അതിനകത്ത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലല്ല. അതുപോലുള്ള ഏത് വിഷയമാണേലും നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന അഭിപ്രായക്കാരനാണ്. നിയമം അതിൻ്റെ വഴിക്ക് പോകണം. അതിനെക്കുറിച്ചൊക്കെ ജഡ്ജ്മെൻ്റ് എടുക്കേണ്ടത് ജനങ്ങളാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് അത് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എടുക്കേണ്ട നിയമം അതിൻ്റെ വഴിക്ക് പോകാനാണ്. ലെറ്റ് ദ ലോ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അതാണ്. ഇല്ലില്ല, കാര്യത്തിൽ ആ വിഷയങ്ങളൊക്കെ ബാധിപ്പിക്കാനായി ശ്രമിച്ചു. പക്ഷേ ആ വിഷയങ്ങളൊന്നുമല്ല. ജനങ്ങൾക്ക് അതിനേക്കാൾ നീറുന്ന പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം. നിങ്ങൾ ഇപ്പോൾ ഇന്നലത്തെ ഒരു വാർത്തയുണ്ട്, കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം. ഇന്നലത്തെ ഹിന്ദു പത്രത്തിൽ ഞാൻ വായിച്ചതാണ്. ഹിന്ദു പത്രത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കഴിഞ്ഞ ഒരു വർഷമായി കേരളമാണ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നും ദൂർത്ത്, പാവപ്പെട്ടവരോടൊരു കരുണയില്ലായ്മ. ഓർത്ത് നോക്കി, ആശാ വർക്കേഴ്സ് ദിവസം 233 രൂപ വേതനം കിട്ടുന്ന ആശാ വർക്കേഴ്സ്, അതിനേക്കാട്ടിൽ കുറഞ്ഞൊരു വേതനം കേരളത്തിലില്ല. അങ്ങനെ കിട്ടുന്നവർ സമരം ചെയ്യുമ്പോൾ 9 മാസം സമരം ചെയ്തിട്ട് അവരുടെ മുമ്പിൽ കണ്ണു തുറക്കാത്ത സർക്കാർ 3 ലക്ഷം ശമ്പളം മേടിക്കുന്ന PSC മെമ്പർമാർക്ക് പിന്നെ 1 ലക്ഷം 1.5 ലക്ഷം കൂട്ടിക്കൊടുത്തു. 2 ലക്ഷം ശമ്പളം പെൻഷൻ മേടിക്കുന്നവർ കൂട്ടിക്കൊടുത്തു. അതിനർത്ഥം എന്തുവാ? ജനങ്ങളെ അവഹേളിക്കുക, പാവപ്പെട്ടവനോട് കരുണയില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണെങ്കിൽ പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കേണ്ടത്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ നിൽക്കേണ്ടത്. ഇവിടെ എവിടെ നിൽക്കുന്നത്? ഈ ഗവൺമെൻറ് സമ്പന്നന്മാരുടെയും പണക്കാരുടെയും കൂടെയുള്ള ഗവൺമെൻറ്റാണ്. അത് തീർച്ചയായും അത് ബാധിച്ചിട്ടുണ്ട്, ഒരു സംശയവുമില്ല. കാര്യം ഞാൻ ഇപ്പം നിങ്ങൾ നോക്ക്, കണ്ണൂരിൽ റിസൾട്ട് നോക്ക്, കൊല്ലത്തെ റിസൾട്ട് നോക്ക്. ഇതിലൊക്കെ എന്താ കാണിക്കുന്നത്? ഇടതുപക്ഷത്തിൻ്റെ വിശ്വസിക്കുന്ന വോട്ട് ചെയ്തിരുന്ന ജനങ്ങൾ പോലും എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ എതിർക്കുന്നു. കാരണം എന്താണ്? ഇതുപോലുള്ള പ്രവർത്തനങ്ങളല്ലേ. അപ്പോൾ ആശാ വർക്കേഴ്സിനെ അവഗണിച്ചത് ഞാൻ പറയില്ല, കേരളത്തിൽ മനസാക്ഷിയുള്ളവർക്കെല്ലാം ആശാ വർക്കേഴ്സിനെ അവഗണിച്ചത് അവരെയൊക്കെ മുറിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ സമരങ്ങൾക്കൊന്നും പോകാത്ത ആളാണ്. ഞാൻ എന്നിട്ടും ആശാ വർക്കേഴ്സ് സമരത്തിന് ഒരു ദിവസം പോയി പങ്കെടുക്കുകയും പിന്തുണ പ്രഖ്യാപിക്കും. കാര്യം ഇതിനേക്കാൾ ന്യായമായ ഒരു സമരം കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആശാ വർക്കേഴ്സ് അത് പാവപ്പെട്ടു. ആ സമരത്തോട് കേരള ഗവൺമെൻറ് എന്താ കാണിച്ചത്? ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർക്ക് നല്ല പങ്ക് വോട്ട്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ അനുഭാവികളോ വിശ്വാസികളോ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്.